ഹായ് മുത്തുമണീസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ വീഡിയോ എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ചാനലങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഒരുപാട് ഷോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. ഇത് എൻ്റെ പ്രായമുണ്ട് ഈ വീടിന്. ശരിക്കും അമ്മ പറഞ്ഞ് കേട്ടുള്ള അറിവാണ്. ഞാൻ ജനിച്ച് ഒരു 6 മാസം ഒരു വയസ്സിനകത്ത് തന്നെ ഇവിടെ മുമ്പൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടിച്ചിട്ട് വച്ച വീടാണിത്. അപ്പോൾ ഇത് വാരിത്തരുന്ന ഒരു പ്രഹസനമൊന്നുമല്ല കേട്ടോ, വേറെ ഒന്നുമല്ല. ഒരു 2 ആഴ്ചയായിട്ട് ഞാനൊരു സർജറിയുടെ ഇതായിട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മ ഞാൻ ഇന്ന് പോകുന്നതിൻ്റെ ഒരു സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ 3 റൂമുണ്ട് ഇവിടെ. ഒന്ന് ഞങ്ങൾക്കുള്ള റൂം, ഒന്ന് അനിയത്തിയുടെ റൂം, പിന്നെ ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇത് വീട് അലങ്കോലമായിട്ട് കിടക്കുന്ന ഒന്നും നോക്കണ്ട. ഞാനും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അപ്പം അമ്മയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇപ്പം നമ്മൾ വന്നിട്ടേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അടുക്കിപ്പറക്കി വെക്കാത്തതിൻ്റെ ഒരുപാട് ഏറ്റക്കുറച്ചിൽ ഈ വീട്ടിൽ കാണുന്നുണ്ട്, എനിക്കറിയാം. വീഡിയോയ്ക്ക് വേണ്ടി അതൊന്നും ചെയ്യാൻ തോന്നിയില്ല. കാരണം ഹോസ്പിറ്റലിൽ ഓട്ടം കാരണം എല്ലാം അലങ്കോലമായി കിടപ്പുണ്ട്. ഇനി അമ്മ ഒന്നേന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ വാരിത്തിരുന്നതൊന്നും വിചാരിക്കേണ്ട. അമ്മ എപ്പോൾ കഴിക്കാൻ എടുത്താലും നമ്മളടുത്തുണ്ടേ നമുക്കൊരു വാ കിട്ടും. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മ, ഓമനമ്മ. നമ്മുടെ ഒരുപാട് വളർത്തിയിട്ടുള്ള എൻ്റെ അമ്മൂമ്മയുടെ പേര് ഓമന എന്നാണ്. ഈ വീഡിയോ പിടിക്കാൻ എടുക്കുമ്പോഴേ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മക്കളെ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ 2 മക്കളാണ്. എനിക്ക് ഒരു മോളും ഒരു മോനും. ദേവയാനി, ശിവദേവ് എന്നാണ് പേര്. പിന്നെ ഇതിൻ്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ വീട്ടുകാരെ കൂടെ പരിചയപ്പെടുകയാണല്ലോ. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് താര. അമ്മ എൻ്റെ മാമൻ്റെ കടയിൽ, അതായത് അമ്മയുടെ സഹോദരൻ്റെ കടയിൽ, റേഷൻ കടയിൽ ജോലിക്ക് കൂടെ നിൽക്കുവാണ്. പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് ജയകുമാർ. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങളെല്ലാവരും കണ്ടാൽ പറയും ശരിക്കും ഇത് അച്ഛനും മോളും അല്ല, ഇത് ഒരു അനിയത്തിയും ചേട്ടനും പോലെയാണെന്നൊക്കെ. ഞാനിന്ന് ഈ സർജറിയുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അമ്മൂമ്മ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് നമ്മളെയും ഇഷ്ടമാണ്, മാമൻ്റെ മക്കളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പം അമ്മൂമ്മയ്ക്ക് നമ്മളടുത്തു നിന്ന് പോകുന്ന വിഷമമുണ്ട്, പോകണ്ടെന്നുള്ള ഒരു മനസ്സുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. കുറേ നാളായിട്ട് ഈ ഹോസ്പിറ്റൽ കേസുമായിട്ട് അമ്മൂമ്മയും നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചു പോകുന്നതിൻ്റെ വിഷമമാണ്. പിന്നെ ഞാനും തിരിച്ചു പോകാനുള്ള ഒരു ചെറിയ സങ്കടവും വിഷമം എൻ്റെ മുഖത്തും കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്? പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ എന്ന് വെച്ചാൽ ഏട്ടൻ്റെ വീട്ടിൽ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും പിള്ളേരും മാത്രമേ കാണുള്ളൂ. അപ്പം ഒറ്റയ്ക്കല്ലേ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ചെറിയ സങ്കടം ഉള്ളിലുണ്ട്. പിന്നെ വെക്കേഷനൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ അവിടെ ഭയങ്കര നെറ്റ്വർക്ക് കുറവാണ്. അപ്പം നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ എനിക്ക് ചാനലിൽ ഷോർട്സോ വീഡിയോസോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. കാരണം എനിക്കിത് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. മാത്രമല്ല സർജറി കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയത്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ വീഡിയോയും ഷോർട്സും ഒന്നും ചെയ്യില്ലായിരുന്നു. കുറച്ച് ഡൗൺ ആയിപ്പോയി. ബിക്കോസ് ആ ഒരു ടൈം എനിക്കത് മറക്കാൻ കഴിയാത്ത ഡേയ്സ് ആയിരുന്നു. പെട്ടെന്നുള്ള സർജറിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കാരണം പേടിക്കേണ്ട ഒന്നുമില്ല, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, കൃഷ്ണലാൽ എന്നാണ് പേര്. കിച്ചു എന്ന് വിളിക്കും. എൻ്റെ എല്ലാമായ എൻ്റെ പാർട്ട്ണർ. ബിക്കോസ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ എൻ്റെ പാർട്ട്ണറിൻ്റെ ഒറ്റ ഒരു നിർബന്ധം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. അമ്മൂമ്മയും പോയല്ലോ ഓൾറെഡി. അപ്പോൾ അമ്മൂമ്മ പോയതുകൊണ്ടും എനിക്കും ഒരു വിഷമമായിരുന്നു. കാരണം അമ്മൂമ്മ സങ്കടപ്പെട്ടാണ് ഇറങ്ങിപ്പോയത്. പിന്നെ നമ്മൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല വിഷമം മുഖത്തുണ്ട്. കാരണം അമ്മയും അച്ഛനും പിള്ളേരുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ് അവർ. അപ്പോൾ കൊച്ചിലെ തൊട്ടേ അവർ ഇങ്ങനെ പിണക്കമൊന്നുമില്ല. അവരെപ്പോൾ പോയാലും അവരുടെ അടുത്ത് നിൽക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ ഈ ഞാൻ പോകുന്ന പേരും പറഞ്ഞ് അമ്മ നിറയെ എനിക്ക് ഉമ്മ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
കാരണം നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് എൻ്റെ മോള് റെഡിയായി നിന്നത്. അപ്പോൾ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവളെ കൂടെ വിളിക്കാനുണ്ടായിരുന്നു, മോളെ കൂടെ. ഇതാണ് എൻ്റെ സന്തൂറും മമ്മിയും മക്കളും. ഞാൻ കണ്ട നാളെ തൊട്ട് എൻ്റെ ഈ ചേച്ചി ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അവൾക്ക് ഒരു മാറ്റവും ഇല്ല, അന്നും ഇന്നും എന്നും. പിന്നെ ചേച്ചിയുടെ മക്കളും എൻ്റെ മക്കളും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ചേച്ചിക്ക് വന്നു വന്നാൽ എനിക്ക് വന്നു വന്നാൽ ചേച്ചിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റാണ് അവർ നമ്മളുമായിട്ട്. അപ്പം ഞങ്ങൾ ഇത്രയും ദിവസം നിന്നിട്ട് പോകണോണ്ടാണെങ്കിൽ അതുകൊണ്ട് ഒന്നാമതായിട്ട് എല്ലാവർക്കും വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയൊക്കെ നിന്നതുകൊണ്ട് പിള്ളേർക്കും ഒക്കെ വിഷമമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ വെക്കേഷൻ തീരണതിന് മുന്നായിട്ട് ചേച്ചിയുടെ മക്കൾ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ എന്തായാലും അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നവരെ അവർ കാത്ത് നിൽക്കുമായിരുന്നു റോഡിൽ. പിന്നെ ചേച്ചിയുടെ മോനാണെങ്കിൽ എൻ്റെ പുറകെ, ചേച്ചിയുടെ മോനും ചേച്ചിയുടെ മോൻ്റെ കൂട്ടുകാരനും കൂടെ സൈക്കിളിൽ ഞങ്ങളുടെ ജംഗ്ഷൻ വരെ പുറകെ വന്നുകൊണ്ടേയിരുന്നു. കാരണം വ്ളോഗ് എടുക്കുകയെന്ന് വെച്ചിട്ട് അവൻ ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ച് ബൈയൊക്കെ പറഞ്ഞ് ഞാൻ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും അവൻ എന്നെ കാത്തു നിൽക്കും. ഞാൻ പോണ ടൈമിൽ ടാറ്റ പറയാനായിട്ട് കാത്തു നിൽക്കും. അപ്പം ഞാൻ ഈ വ്ളോഗ് ഞാനങ്ങനെ ലോങ് വീഡിയോസൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പം എൻ്റെ വീട്ടുകാരെയും എൻ്റെ സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് കാണിച്ചിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇരുന്നത്. പിന്നെ പോയി ഏതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോൻ ഉറങ്ങി. മോള് അവൾ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങും. പക്ഷേ ഇന്നങ്ങനെ വലുതായിട്ട് ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇത്രയും ദിവസം നിന്നിട്ട് പോയതുകൊണ്ട് എനിക്കങ്ങനെ യാത്രയൊന്നും വലുതായിട്ട് ചെയ്തുകൂടാത്തതുകൊണ്ട് ചേട്ടൻ പയ്യാണ് എന്നെ കൊണ്ടുപോയതും. എൻ്റെ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററാണ് ഞങ്ങളുടെ അവിടോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് തന്നെ അമ്മ വെളിയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. നമ്മളിന്ന് വരുമോയെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മോനെ എടുത്തുകൊണ്ട് ഇറങ്ങാനും നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അമ്മ വന്ന് അവനെ എടുത്ത് പോയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റിയിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഫുള്ള് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇനി എന്താണ് എന്നിൽ നിന്ന് വേണ്ട വീഡിയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇടാവോ. അതായത് ഞാൻ എൻ്റെ ചാനൽ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ എങ്ങനെയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ വേണ്ടത് അതുകൂടെ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ.